ഹലോ ഹായ് കൂട്ടുകാരെ നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. ഫുള്ളില്ല, മോർണിംഗിലത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ. മോർണിംഗിലത്തെ മാത്രം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ മാനം കിട്ടും, മണിക്കൂർ കണക്കിന് സമയം. അപ്പം ഞാൻ എന്താട്ടി ആ വീഡിയോ ഒക്കെ സ്പീഡ് കൂട്ടിക്കാണ്ട് അതിലത്തെ വോയിസൊക്കെ കളഞ്ഞുകാണ്ട്, സ്പീഡ് കൂട്ടുമ്പോൾ ഇതിൽ ആ വോയിസൊക്കെ പോകും. അപ്പോൾ അതിലത്തെ വോയിസൊക്കെ കളഞ്ഞുകാണ്ട് വേറെ വോയിസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഉഴുന്ന് ദോശയാണ്. രാവിലെ തന്നെ ചിലപ്പം കുഞ്ഞു കടി തിന്നൂല കേട്ടോ. കടി തിന്ന് പോയാലൊരു ഗതികേടാണ്, പള്ളക്കൊരു സുഖം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അധികം ഇപ്പോൾ കടി തിന്നൂല. കുഞ്ഞിനെല്ലാം ഉണ്ടാക്കി അത് ബാക്കിയായാലാണ്. അപ്പോൾ ചായ ഉണ്ടാക്കിയാണ്ട് എടുത്ത് വെച്ചിരിക്കണം. അത് കഴിഞ്ഞാണ്ട് ചായപ്പൊടി കഴിഞ്ഞാൽ അപ്പോൾ അത് പാത്രത്തിലിട്ട് വെക്കണം കേട്ടോ. ഡേ മൈ ലൈഫ് ആദ്യമായിട്ട് ചെയ്യണം, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഞാൻ സാധാരണ ദോശ ഉണ്ടാക്കൽ ഫ്രൈ പാനിലാണ്. അപ്പം ഇന്ന് ഞാൻ എന്താട്ടി വലുതാക്കി അപ്പം ദോശ ചുടാൻ വേണ്ടിയിട്ട് മാവൊക്കെ അരച്ച് വെച്ചിരുന്നു. വലുതാക്കി ചുടാൻ വേണ്ടിയിട്ട് നമ്മളെ പത്തിരിക്കല്ലില്ലേ, അതാണ് അടുപ്പത്ത് വെച്ചിരിക്കണത്. ദോശമാവ് ലേസം ഞാനവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ഒക്കെ പാടെ ഉണ്ടാക്കിയാൽ ചിലപ്പം വേണമെങ്കിൽ തിന്നൂല കരുതിക്കാണ്ടേ. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ഫസ്റ്റ് മാത്രം ഇടുക, എപ്പോഴും എണ്ണ വയ്ക്കൂല. ഫസ്റ്റ് ആ കല്ലിലൊന്ന് എണ്ണ തേച്ചതാണ്. ഇപ്പോൾ കല്ലിൽ എണ്ണ തേച്ചിക്കണ്. പിന്നെ അതേപോലെ മസാല ദോശ ഉണ്ട് ഓൽക്ക് വേണ്ടത്. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും മസാല ദോശ ഉണ്ടാക്കാൻ എന്താണ് ഉപയോഗിക്കലതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇപ്പോൾ എല്ലാ പ്രൊഫഷണലായിട്ടൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിക്കാണ്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് അങ്ങോട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. അത് നോക്കാനും ഇതിനൊന്നും നിൽക്കലില്ല. പക്ഷെ ഇന്നേവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പാളിയിട്ടൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കണം. അപ്പം ദോശ അങ്ങനെ ഞാൻ പറന്നുകാണ്ട് മൂടി വെച്ചിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എടുക്കണം നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം പാടെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വീഡിയോ ലെങ്ത്ത് കൂടെ, എന്നാൽ തന്നെ ഭയങ്കര ലെങ്ത്ത് ആയിക്കണ്ട വീഡിയോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പാടം തട്ടിപ്പിച്ച് നോക്കുമ്പോൾ 1 മണിക്കൂറും ചില്ലറിയും. അല്ല പെട്ടിയിൽ ആരാ ഇത് ഇരുന്ന് കാണുക? ഇതന്നെ ഇരുന്ന് കാണാൻ ആൾക്കാരില്ലാത്ത അവസ്ഥയാണ്. ഏതായാലും അങ്ങനെ ഞാൻ വല്യുള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ തോല് കളഞ്ഞ് വെച്ച് ഞാൻ അതൊക്കെ തോലാണ് കൊണ്ടുപോയിട്ട് കേട്ടോ. ഞാൻ അത് കേൾക്കിക്കാണ്ട് അത് അരിഞ്ഞ് നുറുക്കി അത് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇഷ്യൂ വന്നു കേട്ടോ. ഈ ഡേ മൈ ലൈഫ് എടുക്കണ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു, ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഓന് പള്ളിക്കലാണ് നിൽക്കൽ, ഓന് ദർസിലാക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ വന്ന് വൈകുന്നേരം പോവും. അല്ലാതെ നിൽക്കാൻ വരൽ മാസത്തിലൊരിക്കലാണ് കേട്ടോ. മാസത്തിലൊരിക്കൽ ഒരു വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം വരും, ചിലപ്പോൾ വെള്ളിയാഴ്ച രാവിലെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച രാത്രി പോകലുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അവൻ നേരത്തെ വന്നാണ്. അവൻ അധികം ചിലപ്പോൾ എന്നെ വിളിച്ചു കേട്ടോ. ഞങ്ങൾ കൊണ്ടുപോകാൻ വരുമ്പോൾ ആവശ്യം കണ്ട് വിളിക്കും. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, ഞങ്ങൾ മഹലിൽ തന്നെ കേട്ടോ പള്ളിക്കൽ. ചില സമയത്ത് ഇതേമാതിരി സീനിയർ ഉസ്താദ്മാർ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ടൊക്കെ പോരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓല വേക്കലോട് പോരും, അങ്ങനെയൊക്കെ പോരും. ചിലപ്പോൾ ആരെങ്കിലും ഫ്രീ ആയിട്ട് പോരുന്നല്ലോ കിട്ടിയാൽ അങ്ങനെ പോരും. അങ്ങനെ വല്യുള്ളി ഇട്ട് ഉപ്പിട്ടുകാണ്ട് വാടാൻ വേണ്ടി വെച്ചീനു. അത് കഴിഞ്ഞാണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് ഇനി തക്കാളി നുറുക്കിയിടുക. അങ്ങനെയൊക്കെയാണ്. പിന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടേണ്ടിട്ട്. മല്ലിച്ചപ്പൊന്നുമില്ല, സാധാരണ ഒരു മസാല, ഒരു നുള്ളു ചിക്കൻ മസാല ഇടും, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെയുടെ ഒരു മസാല ഉണ്ടാക്കല കേട്ടോ. ഒരു നുള്ളു ഗരം മസാല ഇടുന്ന പിന്നെ ആ ഒരു രസം ഉണ്ടാവും, ആ ഒരു രസം ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഡേ മൈ ലൈഫ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഉള്ള പാത്രം കുറേശ്ശെ ആണെങ്കിൽ അത് വേഗം മൂറി വെച്ചാൽ പിന്നെ അതിങ്ങനെ അവിടെ പരിക്കൂലല്ലോ. കുറേ കൂടി കിടന്നാൽ ഒരു പിരാന്താണ്. അപ്പം അങ്ങനെ ആകണ മൂറിനുണ്ട്. അതിൻ്റെ ഇടയിൽ ദോശ ഇടുന്നുണ്ട്, മസാല ഉണ്ട്. മസാല ഞാൻ കുറച്ചുണ്ടാക്കണുള്ളൂ കേട്ടോ. ഓൽക്ക് മസാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഓൽക്ക് മാത്രം കുറച്ചുണ്ടാക്കണുള്ളൂ കേട്ടോ. പിന്നെ നിലക്കത്തെ ലേസം സാമ്പാറും ഉണ്ട്. അപ്പം പിന്നെ അതാണ് വല്ലാതെ. അപ്പോൾ ഞാൻ ഈ ചുടുമ്പോൾ തന്നെ മസാല തേക്കലില്ലെന്നീ കാര്യങ്ങൾ കരുതിയ മസാല ഞാൻ മസാല ആവട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ ആക്കണുള്ളൂ. മസാല നേരത്തെ ഉണ്ടാക്കി വെക്കണം അതിനപ്പോൾ ഞാനത് ഓരോ പണിയൊക്കേണ്ടത് അങ്ങനെ മറന്നു. ദോശ എടുത്തേക്കുമ്പോൾ തന്നെ സാധാരണ ഞാൻ ചൂടെടുത്തേക്കുമ്പോൾ തന്നെ മസാല ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ ആദ്യം ചായ ഉണ്ടാക്കാൻ പുറപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുഞ്ഞ് വന്നുകൊണ്ട് ചായ കുടിച്ച് പോയിട്ട് അത് ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടില്ല. കുഞ്ഞിന് വലിയൊരു തൃപ്പതിയൊന്നുമില്ല. അങ്ങനെ ഞാൻ കുഞ്ഞു വീഡിയോയിൽ വരും, പക്ഷേങ്കിൽ ഞാൻ ഈ ചായ എടുക്കണോ ചോറുന്നണോ അതൊന്നും എടുക്കണത് വലിയൊരു ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അപ്പം ഇനിയിപ്പോൾ അതിൽ കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടേ. അപ്പോൾ ഞാൻ 7 മണിയാകുമ്പോഴേക്കിന് പോകണം. അപ്പോഴേക്കിനൊക്കെ തന്നെ ഞാൻ വേഗം ചായ കടി ആക്കലുണ്ട്. ഇന്ന് പിന്നെ
വേണ്ട ഇപ്പം ഇന്ന് നല്ല ഒരാഴ്ച ആയിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. അങ്ങനെ മസാലയൊക്കെ ഏകദേശം റെഡിയായി മട്ടയിക്കണം കേട്ടോ. ഇനി പിന്നെ ഇത് ഇങ്ങനെ ആകുമ്പോക്കിന് ചോറിന് വെള്ളം വെക്കട്ടെ, എന്നാൽ പിന്നെ വേഗം ചോറ് തളിച്ചോളും. പിന്നെ ദോശ ഞാൻ വരുമ്പോക്കിന് ആവൂല അല്ലിക്കാണ്ട് ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കാതെന്ന് കേട്ടോ. പിന്നെ ഈ ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുമ്പോൾ എനിക്കൊരു ഗതികേടാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ ഗ്യാസുമ്മേൽ തന്നെ വെക്കാം. അല്ലെങ്കിലും ഗ്യാസ് വിറകുണ്ടാവില്ലേന്നു. ഇപ്പോൾ പിന്നെ തറവാട്ടിൽ കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് അതിൻ്റെ ചുള്ളലൊക്കെ കുറഞ്ഞ് വെച്ചതുകൊണ്ട് ചുള്ളലുള്ളതുകൊണ്ട് ഞാൻ അടുപ്പിനെ കത്തിച്ചു. അടുപ്പ് കത്തിച്ചാൽ മറപ്പെട്ട് അടുപ്പ് കത്തിച്ചാൽ ഏറ്റവും സുഖം, നല്ല സുഖമാണ്. എളുപ്പം അടുപ്പിന് കത്തിച്ചാൽ വേഗം പണി ചെയ്യും. ഗ്യാസ് ആകുമ്പോൾ പിന്നെ ഒന്ന് വന്നാൽ ഞാൻ അടുത്ത് ആക്കട്ടെ ഇല്ലാണ്ട് അങ്ങനെ നിൽക്കും. അടുപ്പാകുമ്പോൾ കഴിയുമ്പോൾ ഒന്ന് അടുത്ത് കിടന്ന് അങ്ങനെ അതിൻ്റെ ബാക്കൊക്കെ ഓരോന്ന് അങ്ങനെ ആക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ മസാലയൊക്കെ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മസാലയൊക്കെ വെച്ചുകാണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈശ്വരന്ന് ചോദിക്കണുണ്ട് ആയിട്ടില്ലേന്ന്. അപ്പോൾ മസാല തേച്ചുകാണ്ട് ആയിട്ടില്ല, മസാല ആട്ടെ എന്നിട്ട് ഞാൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പം ഇനി ഓൻ വന്നാൽ പിന്നെ ഓൻ എന്താണെന്ന പരിപാടി, കുറച്ച് നേരം ഫോണുമ്മ കളിച്ചും. ആ ഫോണുമ്മ കളിച്ചുകാണ്ട് അങ്ങനെ കടന്നുറങ്ങും. ഉറക്കന്നെ പിന്നെ ഓൻ എന്തൊരു ഉറക്കാന്നാ. അങ്ങനെ ചോറ് മടാനുള്ള ഒരുക്കത്തിലാണ്. വെണ്ണൂറൊക്കെ കോരി ഇനി വെള്ളം കൊടുന്ന് വെച്ച് ഇനി അരി എടുത്ത് വന്ന് കേക്ക് തീയമിടണം. ഈ പണിൻ്റെ ഇടയിൽ കൂടെ അതങ്ങനെ നടന്നാൽ പിന്നെ തിരിച്ചുപിടിപ്പിച്ചാൽ പിന്നെ എളുപ്പമുണ്ടേ. എന്നാൽ പിന്നെ ഒന്നിൻ്റെ ബാക്കിൽ അങ്ങനെ ആയിക്കോളും. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മക്കളെ, ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് ഡേമൈ ലൈഫൊക്കെ ചെയ്യണത്. എനിക്കതിനെ പറ്റി വലിയൊരു അറിവില്ല. പിന്നെ ഡേമൈ ലൈഫ് പറഞ്ഞാൽ ഞാനത് കൂടുതലൊന്നും ആർക്കും കാണലുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മലപ്പുറം ലീലാത്താൻ്റെയാണ് അധികം കാണൽ ഡേമൈ ലൈഫൊക്കെ. അല്ലാതെ പിന്നെ ഫ്രണ്ട്സുകൾ അങ്ങനെ കൂടുതൽ ഡേമൈ ലൈഫ് ചെയ്യണ കൂട്ടത്തിലൊന്നുള്ള ആൾക്കാരില്ല. ഒക്കെ ഓരോ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യണതാണ്. ഏതായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ പറയേണ്ടി. ഇത് ഇന്നലക്കത്തെ സാമ്പാറാട്ടോ, ഇന്നലെ ദിവസം സാമ്പാർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഞാൻ തിളപ്പിച്ചതാണ്. അതുപോലെ ഇനി മസാല ദോശ തിന്നുകയാണെങ്കിലും എനിക്ക് ദോശക്ക് സാമ്പാറായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, രസമല്ലേ. അപ്പോൾ ഞാൻ ദോശയ്ക്ക് എനിക്ക് സാമ്പാർ കഴിക്കാൻ വിചാരിച്ചു. ഞാൻ അരി എടുത്തു തന്നാണ് കേട്ടോ, അത് കേൾക്കാണ്ട് ഇടട്ടെ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ സ്പീഡ് കൂട്ടി വെച്ചാണ്, അല്ലെങ്കിൽ ഇതൊന്നും തീരൂല, അത്രയ്ക്ക് ഉണ്ട് കേട്ടോ വീഡിയോസ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതിൽ മാറ്റം വരുത്താനുണ്ടെങ്കിലും നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് കമൻറ്റിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അതേപോലെയൊക്കെ മാറ്റം വരുത്തട്ടോ, ഒന്നും കുഴപ്പമില്ല. തങ്ങൾ ചെയ്യണം ഇങ്ങനെയാണ്, അങ്ങനെയല്ലേ, അതിങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ പറയട്ടോ, ഒന്നും കുഴപ്പമില്ല. നമ്മൾ കൂട്ടുകാരായിട്ട് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാ. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മോര് വെച്ചാട്ടെ. കുറച്ചിടാകുമ്പോൾ അത് വേഗം മോര് വെച്ചാൽ പിന്നെ ഇങ്ങനെ കൂടൂലേ. അപ്പോൾ അതിന് വേണ്ടി അത് വേഗം മോര് വെക്കാണ്. പിന്നെ ഇപ്പോൾ ഒന്ന് കാര്യമായിട്ടൊന്നുമില്ല. ഇന്നലെ ലേശം ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഇറച്ചിയും കുമ്പളങ്ങി ഇട്ടുകൊണ്ട് ഒരു കറി വെക്കണം, പയറുപ്പേരിയും പിന്നെ പപ്പടം പൊരിച്ചണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനി ഞാനും ഈശും കൂടി ചായ കുടിച്ചാട്ടോ. ചായ കുടിച്ചുള്ള പരിപാടിയാണ്. ചായ കുടിച്ചാട്ടോ എന്ന് വലിയ ആവേശത്തിൽ പറയണത്. ഇപ്പോൾ ഞാനത് വോയിസ് കൊടുക്കണത് പിറ്റേ ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. പറച്ചിൽ കേട്ടാ കരുതും ഇപ്പം ചായ അടിച്ചാൻ പോട്ടേന്ന്. അങ്ങനെ ഞാൻ ചിയാ സീഡ് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അതാട്ടോ കുടിച്ചത്. അത് ഞാൻ ഇതിൽ കാണിച്ചിന്, പക്ഷേ അത് കാണുന്നില്ലല്ലേ. അതിന് ഞാൻ ട്രൈപ്പോഡുമ്മൽ വെച്ച് കാണ്ടുള്ള പരിപാടിയല്ല. അപ്പോൾ ഇത് കാണുന്നുണ്ടോ എന്നുള്ളപ്പോൾ എനിക്കറിയില്ലല്ലോ, വേറൊരാൾ എടുക്കുമെന്നല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും അവനും ചായ അടിച്ചാണ്. റിമോൾ പറഞ്ഞു എനിക്കായിട്ടില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കുടിച്ചണത് കാരണം. ഞാൻ പിന്നെ അവളെ കാത്തുക്കാൻ നിന്നില്ല. ഒന്ന് കഴിഞ്ഞ് അങ്ങനെ വേഗം ഇത് വീഡിയോ എടുക്കില്ല. അപ്പോൾ പിന്നെ വേഗം അതിൻ്റെ ബാക്കിൽ ഓരോന്നും ആക്കണ്ടേ എത്തിക്കാണ്ടേ. അപ്പോൾ ചായ കുടിച്ച് നീച്ചപ്പോൾ തന്നെ ചോറൊരു വിധം വേവാനായിക്കണം കേട്ടോ. അപ്പം ഇനി പയറെടുത്ത് തുറന്ന് കണ്ട് നുറുക്കാണ്. അതിൽ പയറിൻ്റെ കൊടുത്ത് തന്നെ അവർ ബീഫ് ഉണ്ട് കേട്ടോ. ബീഫ് മുറിച്ച് ഫീസർക്ക് വെച്ചതേനു. ആ ബീഫും കുമ്പളങ്ങയും കൂടി കറി വെക്കുകയാണ്. ഒരു ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊരു ലേശം ബീഫാണ് കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വെക്കാൻ മാത്രമല്ല. അപ്പം നല്ല കുമ്പളങ്ങ ഇട്ട് ഒരു കറി ആക്കാൻ വിചാരിച്ച് അതങ്ങനെ വെള്ളത്തിലോട്ട് വെച്ച് പയറ് നുറുക്കുകയാണ്. അങ്ങനെ അന്നത്തെ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. ഒരുവിധം ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എല്ലാം പാടെ ഒരുമിച്ച് ഉണ്ടാക്കലില്ല. ഉപ്പേരിയും പപ്പടവും ബീഫും അങ്ങനെ ഒരുമിച്ച് ഉണ്ടാക്കലില്ല. കറിയും ഉപ്പേരിയും പപ്പടവും കൂടിയും ആണെങ്കിൽ അങ്ങനെ. അല്ലെച്ചെങ്കിൽ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ബീഫ് വരട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പേരി ഉണ്ടാക്കൂല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പപ്പടവും ആ ഒരു ബീഫോ ആ ഒരു മീനോ അങ്ങനെയൊക്കെ ആക്കുള്ളൂ. എല്ലാം പാടെ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കൊന്നുമില്ല കേട്ടോ. എത്രയാണ് എല്ലാ സാധനത്തിനും വില അല്ലേ. ഏത് സാധനത്തിന് പോയി നോക്കിയാലും വിലയാണ്.
അപ്പോൾ പിന്നെ കുറച്ചൊക്കെ നമ്മൾ കരുതാഞ്ഞാൽ ചോറ് ഊറ്റാനായിട്ടോ. ചോറ് ഊറ്റാന്ന് വെച്ചാൽ റേഷൻ പീടിയിൽ അരിയില്ല. അപ്പോൾ അത് ഞാൻ ആദ്യം വേഗം 2 വട്ടം കയ്യിൽ ഊറ്റി വെക്കും. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ചോദിച്ചാൽ കുഞ്ഞിന് വേവാഞ്ഞാൽ വലിയൊരു തൃപ്തിയില്ല. അത് വെന്തിട്ടില്ല ചോദിച്ചു. അപ്പോൾ ഞാൻ വേഗം 2 വട്ടം കയ്യിൽ ആദ്യം ഊറ്റി വെച്ചാൽ പിന്നെ അത് ചിലപ്പോൾ അധിക ദിവസം ഇപ്പോൾ കുഞ്ഞു ചോറ്റിന് വരില്ല ഉച്ചയ്ക്ക്. അപ്പോൾ പിന്നെ ഈ ചോറ് ബാക്കിയാണ്, ആ ഒരാളെ ചോറ് ബാക്കിയാവില്ല. റേഷൻ പീടിയിൽ അരിയാണെങ്കിൽ തിളപ്പിച്ച് ഊറ്റിയാൽ പിന്നെ ഒരു ബൗസും ഇല്ല. അപ്പോൾ അത് വിചാരിച്ചിക്കാണ്ട് വേഗം 2 കൊട്ടക്കയിൽ ഊറ്റി വെക്കും. വേണമെങ്കിൽ പിന്നെ ചോറ്റിന് വരികയാണെങ്കിൽ ഞാൻ എന്താ കാട്ടുന്നോ, ആ ചോറ് വേഗം നുറുത്തത് ഇങ്ങനെ ഒരു വേവാത്ത ചേലേക്കാരം. അപ്പോൾ ഞാൻ അത് വേറെ ചമ്പട്ടിക്കണം കൊട്ടിക്കാണ്ട് അതിൻ്റെ ആ അടിഭാഗം അപ്പം നുറുക്കാവുമല്ലോ. എന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് എടുത്ത് കൊടുക്കും. അപ്പോൾ നല്ല വെന്ത പോലേക്കാരം, വെന്ത ചോറ് ഊറ്റിയ പോലേക്കാരം. അങ്ങനെ കാട്ടല്. അല്ലാതെ ഇത് ബാക്കിയായ പിന്നെ ഒത്തിനും പറ്റൂലേ. പിന്നെ ഇത് കളയണ്ടേ. കോഴിക്കളുണ്ടെങ്കിൽ തിരക്കടില്ല. ഇപ്പോൾ കോഴിക്കൊക്കും വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കരുതിക്കാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 വട്ടം കയ്യിലുണ്ട് ഊറ്റി വെക്കും. അപ്പം ഞാൻ ചോറ് ഊറ്റിയ അടുപ്പത്തൊക്കെ ഇനി വേഗം പയറുപ്പേരി വെക്കുകയാണ്. എന്നാൽ പിന്നെ ഇനി അതിൻ്റെ ബാക്കൊക്കെ വേഗം കറിയും തീം വെച്ചാൽ പിന്നെ ബീഫ് ഇവിടെ ചട്ടിക്കുറുക്കി വെക്കാൻ എന്തോരം ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ ഒരു പറയും ഉമ്മ ബീഫ് വെക്കണം, മാതിരി വെക്കണമെന്ന്. തറവാട്ടിൽ ഉമ്മയും എൻ്റെ ഉമ്മയൊക്കെ ചട്ടിക്കുറുക്കിയിലാണ് ബീഫ് ഉണ്ടാക്കി. അപ്പോൾ അതാ പറയാം, ഞാൻ ഈ കുക്കറിൽ തന്നെ ഉണ്ടാക്കല്. ഇപ്പോൾ ഈ ചുള്ളലുള്ളതുകൊണ്ടല്ല ഇപ്പോൾ ഈ അടുപ്പത്ത് തിരിച്ചെടുപ്പിച്ചത്. അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഉണ്ടാക്കല്. കുക്കറിലാകുമ്പോൾ പിന്നെ ചട്ടിക്കുടുക്കയിൽ ഗ്യാസുമേൽ വെക്കാന്നൊക്കെ പറയേണ്ടത് ചങ്ങാച്ചി. പക്ഷേ അത് ചട്ടിക്കുടുക്ക മൂട് ഉള്ളി. അപ്പോൾ പിന്നെ ചട്ടിക്കുടുക്ക വെറുതെ നാസാക്കണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചാണ് ഞാൻ കുക്കറിൽ തന്നെ വെക്കല്ലേ. അപ്പോൾ ഓൾക്ക് ഇഷ്ടമാണ് ഞാൻ ചട്ടിക്കുടുക്കയിൽ കറി ഉണ്ടാക്കിയാലും. നാളെ പൊരിച്ച് ഞാൻ മീനും വെണ്ടയ്ക്കയും കൂടി കറി ഉണ്ടാക്കി, മാന്തൾ മീനും വെണ്ടയ്ക്കയും കൂടി. അന്ന് ഇതേമാതിരി ചട്ടിക്കുടുക്കയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിന്നോട് പറയാം, ഓല് തറവാട്ടിക്കാണ്ട് പൊടിയാട്ടക്ക് എന്നിട്ട് പറയാം. അപ്പോൾ പൊടിയാട്ടത്ത് അമ്മമ്മ ഉണ്ടാക്കി അതേ കറിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇത് ഇമ്മമ്മ തിട്ട് തന്നതാണോ ചോദിക്കണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കാൻ ചേർന്ന് ഞാൻ ഈ ചട്ടിക്കുടുക്കയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചട്ടിക്കുടുക്കനെ എടുത്ത് വെച്ചൊക്കെയാണ്. ചട്ടിക്കുടുക്കയിൽ ഉണ്ടാക്കിയിട്ടാണല്ലേ പൊടിയാട്ടത്ത് അമ്മമ്മ ഉണ്ടാക്കുന്ന കറിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മക്കൾ. അങ്ങനെ ഓൾക്ക് ഇഷ്ടമാണ് ഞാൻ ചട്ടിക്കുടുക്കയിലൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ. ഏതായാലും ചട്ടിക്കുടുക്കയിൽ കറി ഉണ്ടാക്കി. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. പിന്നെ പറഞ്ഞാൽ ഈ കറിയൊന്നും തോമിച്ചും ചെയ്ത് പപ്പടം പൊരിച്ചു. അതൊന്നും പിന്നെ ഇത് കാട്ടാൻ കഴിഞ്ഞില്ല. അതൊക്കെ പിന്നെ തിന്നാൻ നേരത്തെ അതൊക്കെ വെച്ചു കണ്ട് പിന്നെ ഞാൻ തിരുമ്പാനും കുളിച്ചാനൊക്കെ ഇറങ്ങിയേനു. പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല, കുറേ ലെങ്ത്തുള്ള വീഡിയോ ആയി. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മോർണിംഗിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ ഇപ്പോൾ എവിടേക്കാണ് പറഞ്ഞേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ഇനി കുറച്ച് വീഡിയോ ആയിട്ട് ഇനി ഡെമോ ലൈഫ് ഹോം ടൂറൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട. അത് ഫോണൊന്ന് കുറേ ഒന്ന് ഡിലീറ്റ് അടിച്ച് ശരിയാക്കാണ്ട് അതൊക്കെ ശരിയാക്കിയിട്ട് ഇൻഷാല്ലാ ഞാൻ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ കുമ്പളങ്ങിയിട്ട് തീം വെച്ചു. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വിശേഷങ്ങൾ കാണാൻ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇൻഷാല്ലാ പിന്നെ ഒരിക്കൽ കാണാം.